ഇന്നത്തെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടോ? അടിപൊളിയായിരുന്നോ? ഇന്ന് നിങ്ങളെ പഠിക്കുന്ന കൊച്ചു ടോപ്പിക്ക് നിർമ്മല ബുദ്ധിയുടെ ഉറവിടം. എന്താ നിർമ്മല ബുദ്ധിയുടെ ഉറവിടം? നിർമ്മല ബുദ്ധി ഉള്ളവരെങ്ങനെയാണ്? അത് ദൈവം ഉള്ളവർക്ക് നിർമ്മല ഹൃദയ ശുദ്ധി ഉണ്ടാവത്തില്ല. നിർമ്മല ഹൃദയത്തിന് ശുദ്ധി ഉണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ ബുദ്ധി എല്ലാം വർക്ക് ചെയ്തോളും. ബുദ്ധി നല്ലതാണെങ്കിൽ ബാക്കിയെല്ലാം വർക്ക് ചെയ്തോളും. അപ്പൊ അതിനൊരു മനപ്പാഠമുണ്ട്. യോഹന്നാൻ 1:3. യോഹന്നാൻ 1:3. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. ഒരു ചെറിയ കഥ പറയാം. ചെറിയ കഥയ്ക്ക് പറഞ്ഞത്, നിങ്ങളൊക്കെ ട്രെയിൻ കണ്ടിട്ടുണ്ടോ? യാത്ര ചെയ്തവരുണ്ടോ? ഉണ്ട്. അപ്പൊ ഇതുപോലെ 2 വ്യക്തികൾ ഇങ്ങനെ ട്രെയിനിൽ യാത്ര ചെയ്യുകയായിരുന്നു. അതിൽ ഒരാള് നമ്മുടെ കൂട്ടുള്ള ന്യൂസ് ചാനലിലുള്ള ഒരു സയന്റിസ്റ്റ് ആയിരുന്നു. എന്നുവെച്ചാ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടത്തിലുള്ള ഒരു സയന്റിസ്റ്റ്. അതിന്റെ എതിർ വിഷയം ഒരു മനുഷ്യൻ, ഒരു വൃദ്ധനായ മനുഷ്യൻ ഉണ്ടായിരുന്നു. ഈ മനുഷ്യൻ ഇങ്ങനെ ബൈബിള് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ യുവ സയന്റിസ്റ്റ് ഈ വൃദ്ധനെ നോക്കിയിട്ട് പറഞ്ഞു, ഈ പഴഞ്ച സാധനം, ഈ പഴഞ്ച ബുക്ക് വായിച്ച് നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യാതെ ഞങ്ങളുടെ ആധുനിക രീതിയിലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തുന്ന ഒരു ബുക്സ് എൻ്റെ കയ്യിലുണ്ട്. താങ്കൾ അത് വായിച്ചാൽ താങ്കൾക്ക് ഒരുപാട് അറിവുകൾ ഉണ്ടാകും. ആ അറിവ് താങ്കൾക്ക് ഒത്തിരി പ്രയോജനപ്പെടും. ഈ പ്രയോജനമില്ലാത്ത ഒരു സാധനം വായിച്ച് എന്തിനാന്ന് പറഞ്ഞ് പുള്ളിയെ പരിഹസിച്ചു. പക്ഷെ ഈ മനുഷ്യൻ സൗമ്യതയോടെ ആ പരിഹാസം കേട്ട് തന്റെ വായന തുടർന്നു. യുവ സയന്റിസ്റ്റിന് തനിക്ക് ഇറങ്ങേണ്ട സ്റ്റേഷനായപ്പോൾ ഒരു വിസിറ്റിംഗ് കാർഡ് ഈ വൃദ്ധനായ മനുഷ്യന്റെ കരുതി കൊടുത്തിട്ട് പറഞ്ഞു, ഇത് എന്റെ ലാബും ഞാൻ കണ്ടുപിടുത്തം നടത്തുന്ന സ്ഥലവും ഒക്കെയാ, വിസിറ്റ് ചെയ്യാൻ താങ്കളെ ക്ഷണിക്കുന്നു എന്ന് പറഞ്ഞു കൊടുക്കും. അപ്പം സ്വാഭാവികമായിട്ട് തിരിച്ച് മറുപടി ഒന്നും കിട്ടാതിരുന്നപ്പം താങ്കളുടെ പേരെന്താണെന്ന് വൃദ്ധനോട് ആര് ചോദിച്ചു? ഏത് സയന്റിസ്റ്റ്? യുവ സയന്റിസ്റ്റ്. അപ്പൊ ആ മനുഷ്യൻ സൗമ്യതയോട് എന്താ പറഞ്ഞെന്നറിയാം? എന്താ പറഞ്ഞെന്ന് പറയാം? എന്റെ പേര് തോമസ് ആൽവ എഡിസൺ. ഈ തോമസ് ആൽവ എഡിസനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ പിടിച്ചൊരു മനുഷ്യനാണ്. ഈ യുവ സയന്റിസ്റ്റിന്റെ പെട്ടെന്ന് എന്ത് ചെയ്യുന്നറിയോ? ആ പേര് കേട്ടപ്പോഴത്തേക്ക് പുള്ളി ലജ്ജിച്ചു. ഒരുപാട് കണ്ടുപിടുത്തം നടത്തി ഈ മനുഷ്യനെ ഞാൻ എത്രയേറെ പരിഹസിച്ചിട്ടും ഒരു മറുപടി പോലും പറയാതെ താൻ ഇരിക്കുന്നത് കണ്ടപ്പോൾ ഭയങ്കര ലജ്ജ തോന്നി. ആ സൗമ്യത, ക്രിസ്തുവിന്റെ സൗമ്യത എന്നെ വലിയവനാക്കും. സൗമ്യത. അപ്പൊ നമുക്ക് ആദ്യം വേണ്ട എന്ത് വേണ്ടേ? നമ്മൾ ദൈവത്തോട് അടുക്കും തോറും നമ്മൾ വെളിപ്പെടേണ്ട കാര്യം എന്തുവാ? ഒരു സൗമ്യത. ആ യുവ സയന്റിസ്റ്റിനോട് തോമസ് ആൽവ എഡിസൺ പറയും, താങ്കള് എപ്പോഴേലും സമയം കിട്ടുമ്പോൾ എന്റെ പരിശീലനശാലയിലേക്ക് വരാൻ പറയും. അങ്ങനെ ആ മനുഷ്യൻ അവിടെ ചെല്ലുമ്പോൾ വളരെ മനോഹരമായി അടുക്കോടെ ചിട്ടയോടെ അതുപോലെ തോമസ് ആൽവ എഡിസൺ, ആരൊക്കെ പേര് പറഞ്ഞേ? ജീവനുണ്ട്. അപ്പം അവിടെ ചെന്നപ്പോ എല്ലാം അടുക്കോടെ ചിട്ടയോടെ എല്ലാം ഇരിക്കുന്ന കണ്ടപ്പം ഈ യുവ സയന്റിസ്റ്റ് ചോദിച്ചു, താങ്കൾ ഇത് എന്ത് മനോഹരമാക്കി? അപ്പം പുള്ളി ദൈവവും ദേവനും ഒന്നും ഇല്ലാത്ത ഈ ന്യൂ സയന്റിസ്റ്റിനോട് പറഞ്ഞു, ഒരു ഭൂമികൽക്കം വന്നു, എല്ലാം അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. ഒരു ഭൂമികൽക്കം വന്നപ്പം ഇതെങ്ങനെയൊക്കെ ഇങ്ങനായെന്നും പറഞ്ഞു. പക്ഷെ ആ വാക്കിനുള്ള ആ യുവ സയന്റിസ്റ്റ് പറഞ്ഞു, സാർ എന്നെ ആക്കിയതാ എലെ എന്ന് ചോദിച്ചു. ചിരിച്ചോണ്ട് തന്നെ തോമസ് ആൽവ എഡിസൺ പറഞ്ഞു, നമ്മൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ സൃഷ്ടിയുടെ പിന്നിൽ? നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ആ മനുഷ്യൻ ദൈവത്തെ ഉയർത്തി പറഞ്ഞു, തന്റെ കണ്ടുപിടുത്തത്തിനും തന്നെ ഇന്നയോളമാക്കി താൻ ഇന്ന് നിൽക്കുന്ന പേരും പ്രശസ്തിക്കും പിന്നിലാ നീ പറഞ്ഞ പഴഞ്ച ബൈബിളാണെന്ന്. ഹല്ലേലൂയ. നിങ്ങളെ ഇവിടെ പഠിപ്പിക്കുന്ന ദിവ്യ
VBS നമ്മൾ കുറെ പിള്ളേരെ കൂട്ടാനോ ഒന്നുമല്ല. നിങ്ങൾ ഈ പാടുന്ന പാട്ടിന്റെ അർത്ഥം അറിയണം. നിങ്ങളെ VBS പഠിപ്പിക്കുന്ന ടീച്ചർമാര് പറയുന്ന വചനവും ക്ലാസ്സുകളിനൊക്കെ ഓരോ നല്ല കാര്യങ്ങളുണ്ട്. അതെല്ലാം നാളുകളിൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്നു. അപ്പം ഇതിനകത്തും നമ്മൾ മനസ്സിലാക്കിയത് നിർമ്മല ബുദ്ധിയുടെ ഉറവിടത്തിന്റെ ആദ്യത്തെ കഥ മനസ്സിലായോ? ദൈവത്തിങ്കിൽ ആശ്രയിച്ചും ദൈവത്തിങ്കിലേക്ക് അടുക്കുന്ന ഒരു മനുഷ്യന് ഉണ്ടാകുന്ന ഒരു കാര്യമാണ് ഈ കഥയുടെ ടോപ്പിക്ക്. അതുപോലെ തോമസ് ആൽവ എഡിസൺ എന്ന വ്യക്തി നിർമ്മല ബുദ്ധിയുടെ ഒരു നല്ല ഒരു മാതൃകയുള്ള ഒരു മനുഷ്യനായി മാറി. അപ്പൊ നിർമ്മല ബുദ്ധി ഉണ്ടാകണമെങ്കിൽ നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ വേണം? ഒന്ന്, ദൈവത്തെ അറിയുക, ദൈവത്തെ അനുസരിക്കുക, ദൈവത്തെ ആശ്രയിക്കുക, ദൈവത്തെ ആരാധിക്കുക. ഒന്ന് പറയാമോ? ദൈവത്തെ അറിയുക, ദൈവത്തെ ആശ്രയിക്കുക, ദൈവത്തെ അനുസരിക്കുക, ദൈവത്തെ ആരാധിക്കുക. ഈ 4 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനകത്ത് ഉണ്ടെങ്കിൽ നമ്മൾ ദൈവത്തെ അറിയുക. വാസ്തവമായും നിങ്ങൾക്ക് അറിയാൻ കിട്ടുന്ന അവസരങ്ങളാണ് നിങ്ങളുടെ VBS സൺഡേ സ്കൂളും ഒക്കെ. എത്രത്തോളം ദൈവത്തെ അറിയുവാൻ കിട്ടുന്ന അറിവ് നിങ്ങളുടെ ഉള്ളത്തിൽ നിറച്ച് അത് നിങ്ങളുടെ സുഹൃത്തുക്കളോടും നിങ്ങൾ പോകുന്നതിലൊക്കെ അറിവ് പകർന്നു കൊടുക്കുന്തോറും അത് നമുക്കും അത് കേൾക്കുന്നവർക്കും അനുഗ്രഹം. അപ്പൊ ദൈവത്തെ അറിയണം. ദൈവത്തെ അറിയുന്ന നല്ലൊരു ഹൃദയം നിങ്ങൾക്കുണ്ടാകണം.